ആരംഭിക്കട്ടെ. പ്രോബസിന്റെ നാടകാചാര്യൻ രവിപ്രസാദ് മായാലിന് പ്രത്യേക നന്ദി. പ്രിയമുള്ളവരെ, പ്രോബസ് നാടക കൂട്ടായ്മ അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്ന 6ാമത് നാടകം ദേ വന്നു ദാ പോയി. രംഗത്ത് രാധാമണി, ചന്ദ്രശേഖരൻ, ആശ, പ്രസന്നകുമാർ, അലക്സാണ്ടർ, അനിൽകുമാർ, രഞ്ജിത്ത്, ബാബു കൊരമ്പല്ലി. ഡബ്ബിംഗ് കലാകാരന്മാർ ലതാപ്രസാദ്, ശ്രീകുമാർ. റെക്കോർഡിംഗ് എഡിറ്റിംഗ് JM പ്രസാദ് പുറക്കാട്. നാടകരചനയും സംവിധാനവും PC അനിൽകുമാർ. ഒരുത്തൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നു. മുഖച്ചായ കണ്ടിട്ട് തെക്കലെ കുഞ്ഞച്ചായന്റെ മോനാണ് തോന്നുന്നു. അങ്ങനെ പറിച്ചെടുത്ത് വെച്ചേക്കോ. ചേടാ, ഇവര് വീട്ടിലെങ്ങും സ്ഥലമില്ലയോ? ചേച്ചി, അല്ല ഇത് ആരൊക്കെയാ? എത്ര കാലമായിട്ട് ഈ നാട് വിട്ടിട്ട്? ഞങ്ങളൊക്കെ ഒന്ന് മറന്നോടി. ഓരോ ജീവിത പ്രശ്നങ്ങൾ അല്ലയോ ചേച്ചി? എനിക്കറിയില്ല ഇത് ആരൊക്കെയാ വന്നതെന്ന് നോക്കിക്കേ. ചേച്ചിയുടെ ഇളയ മോൻ വിനയനോ? അതേടി. എണീക്കടാ, ഇവനാരൊക്കെയാ വന്നതെന്ന് നോക്ക്. എരുമക്കാരെ കെട്ടിച്ച മാമിയും മാമനുമാ. ആ കിഴങ്ങു മാമിയോ? എന്തോടാ പിച്ചർ പയ്യൻ പറയുന്നത്? ആ രവിസാറിന്റെ കിഴങ്ങ് കെട്ട് മാന്തിയതിന് സ്റ്റേഷനിൽ കയറിയ നിങ്ങളുടെ ഒരു ഇവനെന്താ ഇങ്ങനെ കിടക്കുന്നേ? പല പനിയുമാണോ? മാമിയാടാ മോനെ? എന്താടാ മോനെ ഇങ്ങനെ കിടക്കുന്നേ? നിനക്ക് പനിയാണോ? വായിക്ക് രുചിയൊക്കെ ഉണ്ടോ മോനെ? വായിക്കൊരു രുചിയുമില്ല. വായിക്കാത്തോട്ട് വല്ലതും ഇട്ടാ നല്ല രുചിയാ. അവൻ അങ്ങനെ ഒരു പണിക്ക് പോകത്തില്ല, ഏത് നേരം ഉറക്കും. ഇങ്ങനെ എപ്പോഴും കിടന്നുറങ്ങിയാൽ ക്ഷീണം തോന്നില്ലേ? അന്നേരം ഞാൻ പോയി റെസ്റ്റ് എടുത്തു. ഓ, അത് ശരിയല്ലയോ? ക്ഷീണം വരുമ്പോഴല്ലോ റെസ്റ്റ് എടുക്കുന്നത്. എനിക്ക് പൊറോട്ടയും മുട്ടയും ആയോ അമ്മേ? ആയി മോനെ. അമ്മ കഷ്ടപ്പെട്ട് പൊറോട്ടയും കറിയും ഉണ്ടാക്കി വെക്കും. അപ്പൊ ആരെങ്കിലും ഒക്കെ വലിഞ്ഞു കയറി വരും. മാമനെ മമ്മിയല്ല കേട്ടോ, വേറെന്തരുണ്ടല്ലോ, കമലൻ. അവനാ ഷാപ്പിൽ അല്ല ഫാഷൻ ഷോപ്പിൽ പോയിരിക്കാം. ചേട്ടാ, ഇവര് വല്ല ജോലിക്കും പോകരുതോ? അയ്യോ, എനിക്ക് പനി പിടിക്കും. അമ്മേ, ആ രാസനാഥ് പൊടി തീർന്നോ? ഇത്തിരി പൊടി അവന്റെ അണ്ണാച്ചോടി കൊടുക്കും. ഒന്ന് പോടാച്ച. ചേച്ചി, ഇവനെ ഗൾഫിന് പറഞ്ഞു വിടണം. ആ കുഞ്ഞച്ചായനൊന്ന് പറഞ്ഞു നോക്ക്. ചേച്ചി, ഗൾഫിലല്ല, വിടുവാണെങ്കിലേ ഫിലാഡൽഫിയയിൽ വിടണം. ഇവനെ പോലെ വിയർപ്പിന്റെ അസുഖമുള്ളവർക്ക് പറ്റിയ സ്ഥലമാണ്. ഒന്ന് പോ ചേട്ടാ. അതെന്താ ചന്ദ്ര, അവിടെ പണിയൊന്നും ചെയ്യണ്ടായോ? ഒരു പണിയും ചെയ്യണ്ട, വിയർക്കതുമില്ല. എനിക്ക് ഫിലാഡൽഫിയ പോണം. ഫിലാഡൽഫിയ അല്ല, ഫിലാഡൽഫിയ. എന്തുവാ അവിടുത്തെ ഗുണം? ചുമ്മാ ചേച്ചി. അവിടെ ആണെങ്കിൽ ഒരു പണിയും ചെയ്യണ്ട, പരമസുഖമല്ലേ. രാവിലെ കുളിച്ചൊരുങ്ങി ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നാ മതി. വലിയ AC കാറുമായിട്ട് ഏതെങ്കിലും ഒരുത്തം വരും. പിന്നെ നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം, പാർക്ക്, ബീച്ച്, സ്പ്രേ, AC ഹോട്ടല്, എവിടെ പോകണമെന്ന് പറഞ്ഞാൽ മതി. മാമ മാമ എനിക്കിപ്പോ പോണം. ഓ മാമ 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 ചന്ത മാമ, ഓ മമ്മി മമ്മി മമ്മി. അത് പറയണ്ട. പറഞ്ഞല്ല, അത് കൊള്ളാലോ. അങ്ങനെ രാജ്യമുണ്ട്. ഓ, അവർ വലിയ പണക്കാരല്ലയോ, കാശിന്റെ മെത്തലല്ലയോ കിടക്കുന്നത്. ചുമ്മാ ചേട്ടാ, ഇങ്ങനെ ബേഡായി ഇരിക്കുന്ന. ബിടായി അടിക്കുന്നതേ നിന്റെ തന്ത തവളപ്പൊഴി പാച്ചു. ചന്ദ്രൻ പറ, കേട്ടിട്ട് എനിക്കും പോയാൽ കൊള്ളാമെന്ന് തോന്നുന്നു. ആ സ്ഥലത്ത്. ഓ, ബാക്കി പറ. പിന്നെ നമുക്ക് ഉച്ചയൂണ് കഴിഞ്ഞ് സിനിമ, പാർക്ക് എല്ലാം കഴിഞ്ഞ് രാത്രി 12 മണിക്ക് നമ്മൾ കയറി എടുത്തുകൊണ്ട് വിടും. കൈ നിറച്ച് കാശും തരും. അതിന് താൻ ഫിലാഡൽഫിയ പോയിട്ടില്ലല്ലോ? ഞാൻ പോയിട്ടില്ല, സുമതി പോയിട്ടുണ്ട്. എന്നെ കൂടെ കൊണ്ടുപോണേ സുമതി. പൊറോട്ട നിന്നിട്ട് വരാം, നിങ്ങൾ ഇവിടെ ഇരിക്കണേ. നമ്മുടെ മൂത്ത മോൻ കമല വരുന്നത് കൊല കേൾക്കണം. അതെന്താ കുലയ്ക്കുന്നത്? പട്ടികൾ എങ്ങും പോകണം. അതല്ല, അവനെ കാണുമ്പോഴേ അയലത്തെ പട്ടികൾ കൊല തുടങ്ങും. അതെ, അവന് 4 കാലല്ലോ. എന്താണ് നമുക്ക് തോളെട്ട് വരുന്നത്? മുണ്ടെടുക്കാൻ മറവ് കാണണ്ടേ? അച്ഛാ, അമ്മേ, എനിക്ക് നിങ്ങളെ കണ്ടിട്ട് 4 പേരായിട്ടാണ് തോന്നുന്നത്. 4 പേരുണ്ട് മോനെ. എരുമക്കാരെ കെട്ടിച്ച മാമിയും മാമനും വന്നു. കിഴങ്ങ് മാമിയോ? സോറി, സുമതി മാമിയോ? നിന്നെ അല്ലയോടാ താമരക്കുണ്ടിന്ന് നാട്ടുകാരെ വിളിക്കുന്നേ. താമരക്കുണ്ടിയോ? ഇവന്റെ പേര് കമലാസനൻ എന്നാ. കമലം താമര, പിന്നെ ആസനം, അങ്ങനെ താമരക്കുണ്ടിയായി. നമസ്കാരം മാമ. മാമി, കല്യാണം കഴിച്ചല്ലോ ചേച്ചി? കല്യാണം കഴിഞ്ഞിട്ട് എന്നെ പോലെ സുഖിച്ച് ജീവിക്കുന്ന ആരെങ്കിലും ഈ ഭാഗത്തുണ്ടോ? അതൊക്കെ ഒരു ഭാഗ്യമാണ് മോനെ. നല്ല സ്നേഹമുള്ള ഭാര്യയാണ്. അതെ അതെ,
എന്നെ പോലെ ഭാഗ്യമുള്ളവരാരുണ്ട്? കല്യാണത്തിന്റെ പിറ്റേന്ന് അവൾ പന്തലുകാരൻ്റെ കൂടെ പോയി. ദോഷം പറയരുതല്ലോ, ഞാൻ ഇത്തിരി ഫിറ്റായിരുന്നു. കഷ്ടമായി പോയി. എന്തോന്ന് കഷ്ടം? അതുകൊണ്ട് സുഖമായിട്ട് കഴിയുന്നു. ഇവിടെയും സുഖം, അവിടെയും സുഖം. അമ്പടി ജിഞ്ചിനാക്കടി. പക്ഷെ അതുകൊണ്ട് ഞാനൊരു പാഠം പഠിച്ചു. എന്തുവാ? കല്യാണത്തിന് പന്തല് കെട്ടരുത്. നിനക്ക് ജോലിയൊന്നും ഇല്ലേ? എന്തോ വരെ പഠിച്ചു? 7ാം ക്ലാസ്സിൽ ഫൈനൽ ഇയർ ആയപ്പോൾ പഠിപ്പ് നിർത്തി. ആണോ? അതെന്താ? അപ്പോഴത്തേക്കും കല്യാണപ്രായമായില്ലേ? പഠിപ്പ് നിർത്തിയല്ല, പറഞ്ഞു വിട്ടതാണ്. അതെന്റെ കുറ്റമല്ല. പറ മോനെ, എന്തിനാ പറഞ്ഞു വിട്ടത്? മലയാളം പഠിപ്പിക്കുന്ന സൂസി ടീച്ചറെ ഈ മഹാഭാവി ഒരു ഉമ്മ വെച്ചു. ചേട്ടാ, ഇത് എന്റെ കുഴപ്പമാണോ? ടീച്ചർ വാ ചേർത്ത ഒരു വാക്ക് പറയാൻ പറഞ്ഞു. ഞാൻ വാ ചേർത്തതേ ഉള്ളൂ. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. ടീച്ചറുടെ കെട്ടിയവൻ എൻ്റെ പുറത്താണ് നീങ്ങി. പോട്ട് മോനെ, സംഭവിച്ചതെല്ലാം നല്ലതിനെന്ന് നമ്മുടെ ഗീത പറഞ്ഞിട്ടുണ്ട്. ഓ, ഗീതയുടെ ഉണർത്തിയതെന്ന് പറയണ്ട, പണ്ടേ അവള് തുണച്ചിയാ. അയ്യോ ഇടേ നീ ഉരുളക്കിഴങ്ങിൽ തലയോട്ട് പിടിപ്പിച്ചോളാൻ. ഇതേ ഭഗവത്ഗീതയാണ്. ഇപ്പൊ ടീച്ചറുടെ ഭർത്താവേ എന്റെ സഹകുടിയനാണ്. ഓ, കാലത്തിന്റെ കാവ്യനീതി. സുമതി, ഓ എടാ ചന്ദ്ര, ഭക്ഷണം കഴിക്കാൻ വാ. മദ്യപാനമാണടോ മനസ്സിനൊരാനന്ദം, അത് തുള്ളി തുള്ളിയകത്തു ചെന്ന സ്വർഗലോകമാണടോ, സ്വർഗലോകമാണടോ. മദ്യപാനമാണടോ മനസ്സിനൊരാനന്ദം, അത് തുള്ളി തുള്ളിയകത്തു ചെന്ന സ്വർഗലോകമാണടോ, സ്വർഗലോകമാണടോ. കറങ്ങുന്നു ഭൂമി കരപൊട്ടിയുടഞ്ഞു കുടിച്ചതുപോലെ, ഉറങ്ങാതുലാവും ആഹം വിളിമാമൻ കടലും പോന്തി ഇരുൾമെഞ്ഞ വായിൽ കിടക്കുന്നതാരോ ഞരമ്പുള്ളി ഓടും കിനാവിന്റെ തേജോ. ക്ഷമിക്കണം തമ്പുരാനെ, സങ്കടമാണിതിലാകെയോ. മദ്യപാനമാണടോ മനസ്സിനൊരാനന്ദം, അത് തുള്ളി തുള്ളിയകത്തു ചെന്ന സ്വർഗലോകമാണടോ, സ്വർഗലോകമാണടോ. ചേച്ചി, ചേട്ടാ, ആരാ? ഇവിടെ ആരുമില്ലേ? പിന്നെ ഒലക്ക പോലെ ഇവിടെ ഇരിക്കുന്നത് ആരാ? അല്ല ചേട്ടാ, പെണ്ണുങ്ങൾ ആരുമില്ലേ? നീ പറ ഒച്ചേ, ഇവിടെ ആണും പെണ്ണും എല്ലാം സമമാണ്. ഒരു മിനി ലുലു മാളാ ചേട്ടാ. ചീപ്പ് മുതൽ മിക്സി വരെ ഏതുമുണ്ട്. പകുതി വില തന്നാ മതി. ഒന്നും വേണ്ട. ജീവിക്കാൻ വേണ്ടിയാ ചേട്ടാ. ഒന്നും വേണ്ടെന്നല്ലേ പറഞ്ഞത്? മറ്റേതുണ്ട് ചേട്ടാ, പുരുഷന്മാരുടെ ആരോഗ്യരഹസ്യം വരെയുണ്ട് ചേട്ടാ. എന്തിനാ വച്ചേ? വേണ്ട. പ്ലീസ് ചേട്ടാ, എന്തെങ്കിലും ഒന്ന് എടുക്ക് ചേട്ടാ. കൈനീട്ടമാ. ടച്ചിങ്സ് ഉണ്ടോ? ബദാം പരിപ്പ്, അണ്ടിപ്പരിപ്പ് ഒക്കെ ഉണ്ട് ചേട്ടാ. നീ ഏതാ വച്ചേ? ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. കുറച്ച് ദൂരെയാ. ചേച്ചി ഇവിടെ ഇല്ലേ? ചേച്ചി പണ്ടേ പോയി. അയ്യോ, കഷ്ടം. എന്തായിരുന്നു ചേട്ടാ അസുഖം? തട്ടിപ്പോയതല്ല. പിന്നെ പേർഷ്യയിലാണോ? അതൊക്കെ ഒരു കഥയാ വച്ചേ. എന്താ വച്ചിന്റെ പേര്? വസന്തസേന. ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അതെ, ചേട്ടന്റെ പേരെന്തുവാ? കമലൻ, കമലാസനൻ, പി.
ബെസ്റ്റ്. നിന്റെ ആ പന്തലുകാരൻ എന്ത് ചെയ്യേ? പിന്നല്ലേ പറഞ്ഞത് അവന് നാട് നീള പന്തൽ നട്ടുന്ന പണിയായിരുന്നെന്ന്. ഇപ്പൊ നീ ഇപ്പൊ ഉള്ളതൊരു തേപ്പുകാരനാ. നന്നായി. അതാവുമ്പോ പ്രത്യേകിച്ച് തേച്ചിട്ട് പോകത്തില്ലല്ലോ. ആ എങ്കിലും നീ എന്നെ ഇട്ടേച്ച് പോയല്ലോ വസന്തസേനെ. എനിക്ക് കുറ്റബോധമുണ്ട് ചേട്ടാ. ഇനി ഞാൻ ചേട്ടനെ വിട്ടു പോകില്ല. സത്യം? എന്റെ ദേവിയാണ് സത്യം. എന്റെ 4 പിള്ളേരാണ് സത്യം. സത്യം? അച്ഛാ, അമ്മേ, എനിക്കെന്റെ പത്നിയെ അല്ല പത്നിയെ തിരിച്ചു കിട്ടി. ഇനി ഞങ്ങൾ ഒന്നിക്കാൻ തീരുമാനിച്ചു. നന്നായി മോനെ. നിനക്ക് നല്ല ജീവിതമായിട്ട്. സന്തോഷമായല്ലോ. നമുക്ക് എല്ലാവർക്കും ഇനി ഭക്ഷണം കഴിക്കാം. മോളെ നിങ്ങൾ കഴിച്ചോ. എനിക്ക് സന്തോഷം കാരണം വിശപ്പില്ല. ഓ, എനിക്ക് സമാധാനം. നിനക്ക് നല്ലതുപോലെ മോനെ. ഇനി കണ്ടുകൂടെയൊക്കെ മാറ്റി നന്നായി ജീവിച്ചാൽ മതി. നിശാസുരഭികൾ വസന്തസേനകൾ നടനമാടാൻ വരികയോ. നിശാസുരഭികൾ വസന്തസേനകൾ. ചേട്ടാ, ദേ വസന്തസേന ചേച്ചി തന്നു വിട്ടതാ. മാറിക്കടാ, നീ എന്താ കാണാൻ നിൽക്കുക? ഓ പിന്നെ അങ്ങയുടെ ഒരു പ്രേമലേഖനം. ക്ഷമിക്കണം ചേട്ടാ. വീണ്ടും വേദനിപ്പിക്കേണ്ടി വന്നതിൽ ക്ഷമ ചോദിക്കുന്നു. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ തേങ്ങാ കച്ചവടത്തിന് വന്നതാ നിങ്ങളുടെ ചന്ദ്രമാമൻ. അന്നേ ഞങ്ങൾ ശരീരം കൊണ്ട് അടുത്തുപോയി ചേട്ടാ. ഞങ്ങൾ ഒന്നിക്കാൻ തീരുമാനിച്ചു. ചേട്ടന് നല്ലൊരു ഭാര്യയെ കിട്ടും ചേട്ടാ. വിഷു ഈസ്റ്റർ ആശംസകൾ ചേട്ടാ. ഇതാ ശരിക്കുള്ള വിഷു കഴിഞ്ഞിട്ട് ദേ വന്നു ദാ പോയി. എൻ്റെ അത്രയും ഭാഗ്യമുള്ളവർ ഇവിടെ ആരുണ്ട്?